വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു ക്യാബേജ് തോരനുണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഈസി ആയിട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്യാബേജ് തോരനുണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഒരു സവാളയും 2 പച്ചമുളക്, ഒരു പിടി കോക്കനട്ട്, ആവശ്യം ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാൻ നന്നായിട്ട് തിരുമ്മിയെടുക്കണം കേട്ടോ. എന്നാലും ആ തേങ്ങയുടെ അതൊക്കെ അതിലേക്ക് വന്ന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും തോരന്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കണ്ട, ഈ ഓയിലിൽ തന്നെ കിടന്ന് വെന്തോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചാൽ മതി. ഈ ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം. ഞാനിപ്പോൾ ഇത്ര ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിക്കോളും. അത് വേകാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. എരിവ് കുറച്ച് വേണം തോന്നുകയാണെങ്കിൽ 3-4 മുളക് ചേർക്കാം കേട്ടോ. ഞാൻ 2 മുളക് ചേർത്തിട്ടുള്ളൂ ചെറുതായിട്ട്, ഇത്തിരി ചെറുതല്ല, എന്നാലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഇങ്ങനെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്, അപ്പോൾ അതിൽ അങ്ങനത്തെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നതാണ്. ചിലർ ചേർക്കില്ല, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണേ.
കൂടെ ജസ്റ്റ് കുറച്ചൊന്നും കൂടെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് നമുക്കെടുക്കാം. ഇത്രയൊന്നും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സമയം വേണ്ട. ക്യാബേജ് ആയതുകൊണ്ട് ജസ്റ്റ് അതിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ തന്നെ അത് കുക്കാവും, ഒത്തിരി സമയം എടുക്കില്ല. അപ്പോൾ ഇതിൽ ഉപ്പ് നോക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.